പേരാവൂരിലേക്കാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ റോഡ് ഷോ അവിടെ തുടരുകയാണ് ഇപ്പോൾ. പേരാവൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി സണ്ണി ജോസഫിന്റെ റോഡ് ഷോ അത് ഗംഭീരമായി തന്നെ പുരോഗമിക്കുകയാണ്. നൂറുകണക്കിന് പ്രവർത്തകരുണ്ട്. ഷാഫി പറമ്പിൽ MP ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ടോ എന്നുകൂടെ നോക്കിയിട്ട് പറയാം. ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പം കണ്ണൂർ DCC പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ തുറന്ന വാഹനത്തിൽ തന്നെയുണ്ട്. ഏതായാലും പേരാവൂർ മണ്ഡലത്തിൽ വലിയ വിജയമുണ്ടാകുമെന്ന് സ്ഥാനാർത്ഥി തന്നെ നേരത്തെ പറയുകയും ചെയ്തിരുന്നു. ഷാഫി പറമ്പിലെ പ്രതികരണത്തിലേക്കാണ്. എങ്ങനെയുണ്ട് പൊതുവെയുള്ള സാഹചര്യം? ഇത് ഇപ്പൊ നിങ്ങൾ കണ്ടതുപോലെ UDFന്റെ പ്രവർത്തകർ റോഡിലിറങ്ങിയാൽ, തെരുവിലിറങ്ങിയാൽ, പ്രവർത്തനത്തിലിറങ്ങിയാൽ ഈ തെരഞ്ഞെടുപ്പ് ചിത്രം ക്ലിയർ ആവും. സ്ഥാനാർത്ഥികൾ മാത്രമല്ല, ആ സ്ഥാനാർത്ഥികൾ വരുന്നത് കൂടി വലിയൊരു ഫോഴ്സ് റോഡിലേക്ക് ഇറങ്ങാൻ. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭ ആവർത്തിക്കും, ലോക്കൽ ബോഡി ആവർത്തിക്കും, ഉപതെരഞ്ഞെടുപ്പുകൾ ആവർത്തിക്കും. വലിയ വിജയം ഐക്യ ജനാധിപത്യ മുന്നണി നേടും. അതിന്റെ മുന്നിൽ പേരാവൂരുണ്ടായിരിക്കും. പക്ഷേ ഈ രണ്ടാം ഘട്ട പട്ടികയായിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ അതൊരു ശോഭ കെടുത്തുന്നതല്ലേ? അതെ, ചില ഇഷ്യൂസ് ഉണ്ടായി. പട്ടികയെ സംബന്ധിച്ച്, പട്ടിക പുറത്തിറങ്ങുന്നതിന്റെ ടൈമിങ്ങിനെ സംബന്ധിച്ചൊക്കെ അത് നിഷേധിച്ചിട്ട് കാര്യമില്ല. പക്ഷേ അങ്ങനെ കാത്തിരുന്നു വരുന്ന പട്ടികയ്ക്ക് അതിന്റെ വെർത്തുണ്ട്. തീർച്ചയായിട്ടും നല്ല വിജയ സാധ്യതയുള്ള, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ഥാനാർത്ഥികൾ അതിനകത്തുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് അത് കോൺഗ്രസിനകത്ത് കൺഫൈൻ ചെയ്ത് നിൽക്കുന്നില്ല. ഇപ്പൊ ഇവിടെ MP-മാർ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വലിയ ചർച്ചയും കാര്യങ്ങളും ആവുന്നത്. ഒന്ന് ഇപ്പുറത്തെ MP-മാരുള്ളൂ, ബാക്കിയൊക്കെ പിന്നെ ഓരോന്നുള്ളൂ. അപ്പൊ അത് മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ ഇപ്പുറത്താണ് കൂടുതലുണ്ടായത്. അതിലെ തീരുമാനങ്ങളെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഇപ്പുറത്താണ് കൂടുതലുണ്ടായത്. അതൊരു വശത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോഴും അതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വേറെ സൈഡിൽ നോക്കുക. S. രാജേന്ദ്രൻ ഇപ്പൊ എവിടെയാ? ആയിഷ പോയിന്റ് ഇപ്പൊ എവിടെയാ? PV അൻവർ ഇപ്പൊ എവിടെയാ? കഴിഞ്ഞ ദിവസം CC മുകുന്ദൻ എവിടെ പോയിട്ടാ മാലയിട്ടിട്ട് ആരുടെപ്പ ചേർന്ന് ആരുടെപ്പ മത്സരിക്കുന്നത്? ഒരു സിറ്റിംഗ് MLA ആരുടെ കൂടെയാ മത്സരിച്ചത്? ഇനി അത് വേണ്ട, കേന്ദ്രമന്ത്രിയായ BJP നേതാവ് മത്സരിക്കുന്നിടത്ത് BJP നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തി പാർട്ടിക്കെതിരെ പറയാൻ. ഇപ്പൊ തെരഞ്ഞെടുപ്പ് ഇഷ്യൂസ് ഇവിടെ കൺഫൈൻ ചെയ്ത് നിൽക്കുന്നില്ല, അതെല്ലായിടങ്ങളിലും ഉണ്ട്. പക്ഷെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കേരളത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, വിഷയങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ കണ്ടു. ഒരാളെ കാറിന്റെ ബാക്കിൽ കൊണ്ടേ മറ്റൊരു കാർ ഇടിക്കുന്നു. അവിടുന്ന് പുറത്തിറങ്ങി 4-5 ആളുകൾ പകൽ പരസ്യമായി ഹൈവേയിൽ ആളുകളെ വെട്ടിക്കൊല്ലുക. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ്, കേരളത്തിന്റെ ക്രമസമാധാനം. ചോദിക്കട്ടെ, K. സുധാകരന്റെ കാര്യം എങ്ങനെയാണ്? അതിൽ പാർട്ടി തീരുമാനമാണ് വരേണ്ടത്. പാർട്ടി തീരുമാനത്തിനാണ് കാത്തു നിൽക്കുന്നത്. ഇപ്പം ഞാൻ ഒരു കാര്യം പറയപ്പോൾ ഓരോരുത്തർക്കും പലതരത്തിൽ ഓരോരുത്തർക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രയാസങ്ങളും ഗുണങ്ങളും അനുകൂലവും പ്രതികൂലമായിട്ട് തീരുമാനം ഉണ്ടായിരുന്നു. ആകെ എത്ര ആളാ മത്സരിക്കുന്നത്? 92 കോൺഗ്രസ്സുകാരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുള്ളൂ. ബാക്കി ലക്ഷക്കണക്കിന് പ്രവർത്തകർ പുറത്താണ്. ഇനി അതിനേക്കാൾ മേലെ ഇവിടുത്തെ ജനങ്ങൾ ഈ ഗവൺമെന്റിൽ നിന്ന് ഒരു മോചനം ആഗ്രഹിക്കുന്നു. ആ മോചനം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. അപ്പൊ അതിനുവേണ്ടിയുള്ള നിലപാടുകളിലേക്കാണ് എല്ലാവരും എത്തിച്ചേരേണ്ടത്. സുധാകരന്റെ കാര്യത്തിൽ മത്സരത്തിന്റെയും മത്സരിക്കാത്തതിന്റെയും മത്സരിക്കുന്നതിന്റെ ഒക്കെ തീരുമാനം ഹൈക്കമാൻഡാണ് എടുക്കേണ്ടത്. അവരോട് തീരുമാനം എടുത്താൽ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ബാധകമാണ്.